സംസ്ഥാനത്തെ മഴ സംബന്ധിച്ചുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. ഇത് പൊതുവേ സംസ്ഥാനത്ത് മഴ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ മഴ ഉണ്ടാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് ഈ കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 12 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിന്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം സുലേഖയാണ് ചേരുന്നത്. സുലേഖ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്നാണ് സുലേഖ വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് പരക്കെ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. വിവിധ ജില്ലകളിൽ ഉണ്ടാകും. ഈ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രിയ. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് 2 ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള എല്ലാ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇത് വരുന്ന 10 മണിയോടുകൂടിയുള്ള അലേർട്ടിൽ ഇതിന് മാറ്റമുണ്ടായേക്കാം. എന്തായാലും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് നിലവിൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചയിലൊക്കെ നല്ല രീതിയിലുള്ള മഴ തന്നെയാണ് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ മറ്റെല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ശക്തമായ ഒരു മഴ രേഖപ്പെടുത്തിയ ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം പ്രത്യേക സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കൻ അറബിക്കടലിനും ഒപ്പം തെക്കൻ കേരളത്തിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അതിനൊപ്പം തന്നെ ന്യൂനമർദ്ദപാത്തിയും കേരളത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാനുള്ള ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. വരുന്ന 5 ദിവസം കൂടി ഇത്തരത്തിലുള്ള ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരപ്രദേശത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇന്ന് കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ ഈ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയുള്ള ഒരു മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ടാണ്. വരുന്ന 10 മണിയോടുകൂടിയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ ഇത് മാറ്റമുണ്ടായേക്കാം. പ്രിയ. ശരി സുലേഖ, എന്തായാലും മഴ ഇന്നുണ്ടാകും, ശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വേണമെങ്കിലും മഴയുടെ രീതി മാറാം, ശക്തി മാറാം. അത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആ മുന്നറിയിപ്പ് ഏറ്റെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ വേണം മുൻപോട്ട് പോകാനെന്ന് ആവർത്തിക്കട്ടെ.